ഇന്ന് ഫൈനൽ ആവേശമാണ്. ഇന്ത്യ മുഴുവൻ കോടിക്കണക്കിന് ജനങ്ങൾ കാത്തിരിക്കുന്ന ദിവസം. ഇന്ന് ന്യൂസിലൻഡിനെ ഇന്ത്യ നേരിടുമ്പോൾ തുടർച്ചയായ രണ്ടാമത്തെ വിജയമല്ലാതെ അല്ലെങ്കിൽ കപ്പല്ലാതെ മറ്റൊന്നും ഇന്ത്യൻ ആരാധകർ ആഗ്രഹിക്കുന്നില്ല. കാരണം മികച്ച ഫോമിലുള്ള ബാറ്റ്സ്മാൻമാരുണ്ട്, മികച്ച ബൗളർമാരുണ്ട്, പൊതുവെ സെറ്റായ ഒരു ടീമുണ്ട്. പക്ഷേ പല ആശങ്കകളുമുണ്ട്. രാത്രി 7 മണിക്ക് അഹമ്മദാബാദിലാണ് കലാശ പോരാട്ടം. സഞ്ജു സാംസന്റെ തോളിലേറിയാണ് കഴിഞ്ഞ 2 മത്സരങ്ങളും ഇന്ത്യ ജയിക്കുകയും ഫൈനലിലേക്ക് എത്തുകയും ചെയ്തത്. നമുക്കറിയാം, ആ ഫോം സഞ്ജു തുടർന്നാൽ ഇന്ത്യക്ക് കപ്പെടുക്കൽ അസാധ്യമല്ല, വിദൂരമല്ല. ഹരി ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഹരി, ഇന്നിപ്പോൾ ഒരുപാട് ആശങ്കകളുണ്ട്. അഹമ്മദാബാദ് എന്ന് പറയുന്നത് ചെറിയ സ്റ്റേഡിയമല്ല, നേരത്തെ നടന്ന സ്റ്റേഡിയം പോലെ ചെറിയ ബൗണ്ടറി അല്ല. കൂടുതൽ നമ്മൾ പ്രയത്നിക്കേണ്ടി വരും. അതുമാത്രമല്ല, 2023 ഒരു പരാജയം ഒരു കരുനേളായി എല്ലാ ഇന്ത്യൻ ആരാധകരുടെയും മനസ്സിലുണ്ട്. ടീമംഗങ്ങളെ പേടിപ്പെടുത്തുന്നതും അതുതന്നെയാണ്. എന്ത് പ്രതീക്ഷിക്കണം? ഏത് തരത്തിൽ സെറ്റാണ് നമ്മുടെ ടീം? 2023 മുതൽ തന്നെ ഇത്തവണയും ഇന്ത്യ പരാജയം ഈ T20 ലോകകപ്പിൽ അറിഞ്ഞത് ഒരേ ഒരു സ്റ്റേഡിയത്തിലാണ്. അത് അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ്. അത് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 76 റൺസിന്റെ പടുകൂറ്റൻ തോൽവിയാണ്. അത് നടന്നതും ഇതേ സ്റ്റേഡിയത്തിലാണ് എന്നതും കൂടി ഓർത്തു വെച്ചതുകൊണ്ട് ഞാൻ ബാക്കിയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ കാര്യം, 140 കോടി ജനങ്ങളുടെ സ്വപ്നമാണ് ഇന്നത്തെ ദിവസം. ഇന്ന് നമ്മൾ ഒരുപക്ഷെ നെറ്റ് റൺ റേറ്റ് കൂട്ടിയും കിഴിച്ചും ഒക്കെ ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് സൂപ്പർ 8ലേക്ക് വന്ന് അവസാനം വേറൊരു ടീമിന്റെ ജയമൊക്കെ ആവശ്യമായി വന്നിട്ട് സൂപ്പർ 8 വീണ്ടും കൂട്ടിയും കഴിച്ചുമാണ് നമ്മൾ സെമിയിലേക്കൊക്കെ വന്നത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് പറഞ്ഞതുപോലെ തന്നെ സൂപ്പർ 8 അതിനുശേഷം സെമിയിലായിക്കോട്ടെ, സഞ്ജു സാംസൺ എന്ന വ്യക്തി നമ്മൾ ഓരോ പടിയിലേക്കും കൊണ്ടുവന്ന് ഇപ്പോൾ ഫൈനലിലേക്ക് കൊണ്ടെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മലയാളി എന്ന രീതിയിലും അതിനുള്ള അഭിമാനം ഒക്കെ തന്നെ ഉണ്ട്. പക്ഷെ ടീം എന്ന രീതിയിൽ സെറ്റ് ആണോ എന്നൊരു ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഫ്ലാറ്റ് പിച്ചിൽ നമ്മൾ 253 റൺസ് എടുക്കുമ്പോൾ പോലും മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ട് നമ്മൾ ആകെ മൊത്തം പിടിച്ചൊലയ്ക്കുന്നത് നമ്മൾ കണ്ടു. 246 റൺസ് ഇംഗ്ലണ്ട് എടുക്കുമ്പോൾ 7 റൺസിന് മാത്രമാണ് ഇന്ത്യ ജയിക്കുന്നത്. ബൗളിംഗ് യൂണിറ്റ് ശക്തമാണോ എന്ന് പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി നിൽക്കുന്നുണ്ട്. കാരണം വരുൺ ചക്രവർത്തിക്ക് 4 ഓവറിൽ 61 റൺസ് വഴങ്ങുന്നതും പേസ് ബോളറായ ഹർഷ്ദീപ് സിംഗ് 12 എക്കോണമിയിലൊക്കെ പറക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു. അപ്പോ ഇത്രയും സെറ്റായ ഒരു ഇന്ത്യൻ ടീം ആണോ, അതോ ഇതേപോലെ തന്നെ ന്യൂസിലൻഡ് ബാറ്റർമാൻ അടിച്ചു തെറിപ്പിക്കാനുള്ള സാധ്യത ഉണ്ടോ? കാരണം ന്യൂസിലൻഡ് ആവട്ടെ 13 ഓവറിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ജയിച്ചിട്ടാണ് അവർ വരുന്നത്. ഫിന്നലിന്റെ ഒരു ഗംഭീര നോക്ക് 33 പന്തിൽ സെഞ്ചുറി അടിച്ചിട്ടാണ് ന്യൂസിലൻഡ് ടീം ഫൈനൽ കളിക്കാൻ വേണ്ടി എത്തുന്നത്. ഫാസ്റ്റസ്റ്റ് T20 സെഞ്ചുറി പ്ലെയർ എന്നുള്ള റെക്കോർഡ് അടിച്ചു കൊടുത്തു. എന്തായാലും അതെല്ലാം മാറ്റി നിർത്തിയാൽ പോലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 2024 ചാമ്പ്യൻസ് ആണ്, ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ആണ്. ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ഇതുവരെ T20 ലോകകപ്പ് ഡിഫെൻഡ് ചെയ്ത ചരിത്രം ഉണ്ടായിട്ടില്ല. അത് തിരുത്തിക്കുറിക്കാൻ ഒരു അവസരം. 2 T20 ലോകകപ്പ് 2 തവണയിൽ കൂടുതൽ ഒരു രാജ്യം ഇതുവരെ നേടിയിട്ടില്ല. അത് 3ാം തവണയാക്കി വീണ്ടും ചരിത്രം കുറിക്കാനുള്ള അവസരം. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ ഇന്ന് അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ സംഭവിക്കും. ഇന്ത്യ ഇന്ന് ജയിച്ചാൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് സഞ്ജു സാംസൺ എങ്ങനെയാണോ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടി തിളങ്ങിയത് ആ ഫോം ഇന്ന് തുടരുക എന്നുള്ളതാണ്. സഞ്ജു ഇന്ന് തിളങ്ങിയാൽ നമുക്ക് ഒരു അവാർഡും കൂടെ കിട്ടും. അത് മികച്ച പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് സഞ്ജു സാംസന്റെ കൈകളിൽ ഭദ്രമായിരിക്കും. അത് വെറും 4 മത്സരങ്ങൾ മാത്രം കളിച്ച മനുഷ്യൻ ഈ ICC T20 ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് അവാർഡ് നേടിയാൽ അതും ഒരു ചരിത്രമാണ്. ഏറ്റവും കുറഞ്ഞ മത്സരങ്ങളിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് അവാർഡ് കിട്ടുന്ന ഒരു വ്യക്തിയും കൂടിയായി സഞ്ജു മാറാം. അതിന് ഇന്നും കൂടി ഗംഭീരമായ കളി കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ആ വിഴിഞ്ഞത്തുകാരൻ മലയാളി പയ്യന് ആ ഒരു അവാർഡ് വീണ്ടും കേരളത്തിലേക്ക് കൊണ്ടുവരാം. അതൊരു പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് എന്ന് പറഞ്ഞ് ഇതേ ടൂർണമെന്റിൽ സ്ഥാനം നഷ്ടപ്പെട്ട ഒരു മനുഷ്യന് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഇല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷെ ഇന്ന് ഏതെങ്കിലും 2 ടീമിൽ ഏതെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും ഇല്ല എന്നായിരിക്കും മറുപടി. ന്യൂസിലൻഡ് ഒരു തരത്തിലും അവരുടെ ടീമിനെ മാറ്റാൻ സാധ്യതയില്ല. ഇന്ത്യയും അതുപോലെ തന്നെ. ബൗളിംഗിൽ പ്രശ്നങ്ങളുണ്ട്. വരുൺ ചക്രവർത്തിക്ക് റണ്ണ് കൊടുക്കണം എന്ന് വിചാരിച്ചാൽ പോലും ടീമിൽ മാറ്റങ്ങൾ ഉണ്ടാവില്ല എന്ന് കഴിഞ്ഞ ദിവസത്തെ പ്രസ് മീറ്റിൽ സൂര്യകുമാർ യാദവ് പറയാതെ പറഞ്ഞു. ചേഞ്ചസ് ഉണ്ടാവുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നാളെ വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, നിലവിൽ ഞങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല എന്നാണ് സൂര്യയുടെ കമന്റ്. സോ ടീം വളരെ കോൺഫിഡന്റ് ആയിട്ട് സെറ്റ് ആയിട്ട് അതനുസരിച്ച് രീതിയിൽ തന്നെ പോകാനാണ് സാധ്യത. പിന്നെ നമുക്കറിയാം, സഞ്ജു സാംസൺ ആണ് ഇന്ത്യയുടെ മികച്ച പ്രതീക്ഷ. സഞ്ജുവിന്റെ തോളിലേറിയാണ് കഴിഞ്ഞ 2 മത്സരങ്ങളും ഇന്ത്യ. അത്ഭുതകരമായ സഞ്ജുവിന്റെ ഫോം മാറ്റം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി നമ്മുടെ വിജയത്തെ സ്വാധീനിച്ചു എന്നുള്ളത് നമുക്കറിയാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.